ഇന്ന് പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സഭയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. വളരെ മാതൃകാപരമാണ് സംസ്ഥാനത്തെ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് രാജ്യത്ത് തന്നെ അംഗീകാരങ്ങൾ പലത് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ആരോപണങ്ങളെ മുഖ്യമന്ത്രി നേരിടുമ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തകൾ കൂടി കാണുക. അത് ഒരു CPOയുടെ വിവാഹ ഫോട്ടോഗ്രാഫി ചിത്രീകരണത്തിന് നിയോഗിക്കപ്പെട്ട ഫോട്ടോഗ്രാഫർ അയാൾ ജോലി ചെയ്തതിൻ്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അത് CPOയിൽ നിന്ന് നേരിട്ടും പിന്നീട് ഇത് പരാതിയായി വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിലും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇന്ന് ശരണ്യ സ്നേഹജൻ പുറത്തുവിട്ടത്. അത് വൈക്കം പോലീസിലെത്തിയ പരാതിയിൽ അവർ സ്വീകരിച്ച നടപടികൾ, ഒപ്പം തന്നെ ഈ വിവാഹിതനായ CPOയുടെ നേരിട്ടുള്ള ഭീഷണി തുടങ്ങിയവ ഉൾപ്പെടുന്നതായിരുന്നു ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള പരാതി. അപ്പോൾ ആലപ്പുഴ സ്വദേശിയായ മുകേഷ് എന്ന യുവാവിനാണ് ഇങ്ങനെ ഒരു മോശം അനുഭവം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർക്കാണ് ഈ ദുരനുഭവം എന്നത് നമ്മൾ കാണണം. വിവാഹ വീഡിയോ ഷൂട്ട് ചെയ്തതിന് പണം ആവശ്യപ്പെട്ടു ഈ വീഡിയോഗ്രാഫർ. അപ്പോൾ പണമില്ലാതെ എങ്ങനെ ഈ വീഡിയോ സ്വന്തമാക്കാം അല്ലെങ്കിൽ ആൽബം സ്വന്തമാക്കാം എന്നതായിരുന്നു പോലീസുകാരൻ്റെ ശ്രമം. അതാണ് ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ മുകേഷിന് ഈ മർദ്ദനമേൽക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും CPOയുടെ പരാതിയിൽ വൈക്കം പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. അതിനുശേഷം മുകേഷിന് വളരെ ക്രൂരമായ മർദ്ദനവും അസഭ്യവർഷവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വൈക്കം പോലീസിനോട് തന്നെ മുകേഷ് തനിക്ക് പരാതികളുണ്ട്, അത് ഒരു പരാതിയായി സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പരാതി സ്വീകരിക്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ CPOയുടെ ഭീഷണിയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഈ മുകേഷിനെ പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയാണ് മോശം അനുഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് ശരണ്യ സ്നേഹനോട് ഈ മുകേഷ് വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. 1,24,000 രൂപ നമ്മൾ കോട്ടയത്താണ് നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് ആർദ്രയുടെ ഫാമിലിയാണ്, അതായത് വധുവിൻ്റെ ഫാമിലിയാണ് നമ്മളെ വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിവാഹം കൂടി കവർ ചെയ്യണം എന്നുള്ള ഒരു സജഷൻ നമുക്കുണ്ടായി. നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നു. ചില നിസ്സാര കാരണങ്ങൾ കൊണ്ട് അവർ പേയ്മെൻറ്റ് തരില്ല എന്ന് പറയണ്ടായി. അത് വെൽക്കം ബോർഡില്ലായിരുന്നു, അങ്ങനെയുള്ള ചെറിയ തിങ്സ് ആയിരുന്നു. അത് അവർ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സാധനം വേണ്ട, ബ്രൈഡ് ഓവർ ലാഫിംഗ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ താല്പര്യമില്ല, ഞങ്ങൾക്ക് ആൽബം വേണ്ട, ബാലൻസ് പേയ്മെൻറ്റ് തരാൻ ഉദ്ദേശമില്ല. വീഡിയോ തരാൻ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പേയ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് അനന്തകൃഷ്ണൻ സംസാരിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒരു നടപടി ഒന്ന് സ്വീകരിച്ചതെന്ന് പറഞ്ഞിട്ട് അതെനിക്കറിയേണ്ട കാര്യമില്ല, ഞാൻ കുറച്ച് പൈസ തരാനുള്ളൂ, ഞാനത് തരും, എനിക്ക് വീഡിയോ തന്നെ. ഭീഷണിപ്പെടുത്തില്ല. പിന്നെ ഞാൻ പോലീസിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വഴിക്ക് നീങ്ങും. അതിനുശേഷം സർവീസിൽ കയറിയതിന് ശേഷം ആള് പിന്നെ ഒന്നുകൂടി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത്, നിന്നെ വരുത്താൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുത്താം, എന്താ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കംപ്ലൈൻറ്റ്. അപ്പോൾ എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു. ഞാനപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മുടെ ഭാഗത്തൊരു ന്യായമുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, എൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ തയ്യാറാകുന്നില്ല. നീ അകത്തേക്ക് പോവാ, അകത്ത് വന്ന് ചെക്ക് ചെയ്ത് CCTV ചെക്ക് ചെയ്തിട്ട് അതില്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഇടിക്കുന്നു. ചെക്ക് ചെയ്യാൻ വിളിച്ചാൽ എന്നെ പുറത്ത് നിർത്തിയിട്ട് അവരെല്ലാവരും കൂടി ചെക്ക് ചെയ്തിട്ട് പിന്നെ എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ഇടിക്കുക. മർദ്ദനം നേരിട്ടേണ്ടി വന്നത്, അസഭ്യവർഷം സഹിക്കേണ്ടി വന്നതിൻ്റെ കാര്യങ്ങളാണ് മുകേഷ് ഇങ്ങനെ ശരണ്യയോട് വിശദീകരിക്കുന്നത്. അപ്പോൾ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിവാഹിതനാകുന്നു. അയാളുടെ ഭാര്യ വീട്ടുകാരാണ് ആദ്യം മുകേഷിനെ ബന്ധപ്പെടുന്നത്. അവർക്ക് വേണ്ടി വീഡിയോ ചിത്രീകരിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം അനന്തകൃഷ്ണന് വേണ്ടിയും, അപ്പോൾ പെൺവീട്ടുകാർക്കും ഈ വരൻ്റെ ആളുകൾക്കും വേണ്ടിയും
വിവാഹത്തിന് വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ ചുമതല മുകേഷ് ഏറ്റെടുക്കുന്നു. അതിനുശേഷം പെൺവീട്ടുകാർ ഞങ്ങൾക്ക് ഈ വീഡിയോ വേണ്ട, ആവശ്യമില്ല, പെൺകുട്ടി അതിനകത്ത് ഓവർ ലാഫിംഗ് ആണ്, അതുകൊണ്ട് അത് ആവശ്യമില്ല എന്ന് പറയുന്നു. പക്ഷേ വീഡിയോ ചിത്രീകരിച്ചതാണ്, നമുക്കറിയാം, സ്വാഭാവികമായും പണം കൊടുക്കേണ്ടുന്ന ബാധ്യത അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അവർ അതിന് തയ്യാറാകുന്നില്ല. അതിനുശേഷം അനന്തകൃഷ്ണൻ 32,000 രൂപയായി എന്ന് പറയുന്നിടത്ത് വെറും 4,000 രൂപ കൊടുത്തുകൊണ്ട് ഈ വീഡിയോ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മുകേഷ് അതിന് വഴങ്ങുന്നില്ല. താൻ ജോലി ചെയ്തതാണ്, തനിക്ക് പണം വേണം, ബാക്കി പൈസ കൂടി കിട്ടിയാലേ ഇത് കൈമാറാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴാണ് ഭീഷണി തുടങ്ങുന്നത്. താൻ പോലീസ് ട്രെയിനിങ്ങിലാണ്, അതിനുശേഷം താൻ ജോലിയിൽ പ്രവേശിക്കും, ഞാൻ ജോലിയിൽ പ്രവേശിച്ചാൽ ഈ രീതിയിലായിരിക്കില്ല ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന ഭീഷണിയാണ് പിന്നീട് അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അനന്തകൃഷ്ണനെതിരായ ശബ്ദ സന്ദേശം മുകേഷ് ന്യൂസ് 18 നൽകിയിരുന്നു. നമ്മളത് പുറത്തുവിട്ടിരുന്നു. അവിടെ തുടങ്ങുകയാണ് ഭീഷണി. ആ വീഡിയോ സന്ദേശം കൂടി കേൾക്കാം, ഓഡിയോ സന്ദേശം കൂടി കേൾക്കാം. പക്ഷെ ഞാൻ അടുത്ത മാസം പാസിംഗ് ഔട്ട് കഴിഞ്ഞ് ഇറങ്ങും. ഞാൻ ഇപ്പൊ ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കുന്നതിന്റെ മെയിൻ കാരണം ഈ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് സർവീസിലേക്ക് കയറുക. പിന്നെ നീ വെച്ച് വൈകുവാണെങ്കിൽ ഞാൻ അതിൻ്റെതായിട്ടുള്ള വഴി ഞാൻ നോക്കും. ഇപ്പൊ തന്നെ 1 വർഷം നിനക്ക് തന്നെ അറിയാം, ഞാൻ നിന്നോട് മാന്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ, മാന്യമായിട്ടേ ചെയ്തിട്ടുള്ളൂ. നീ ഇതുവരെ 1 വർഷം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇത് തരാനുള്ള ഒരു മനസ്സ് നീ കാണിച്ചിട്ടില്ല. ഈ എഡിറ്റിംഗ് ഇതൊന്നും എന്നെ സമ്മതിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നീ ഇനി ഇത് വൈകി കഴിഞ്ഞാൽ അടുത്ത മാസം കഴിഞ്ഞാൽ കളി മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ മര്യാദ പറഞ്ഞു, ഞാൻ അടങ്ങിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം ഞാൻ ഇവിടെ പാലക്കാടാണ്, ഇവിടെ സാറന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത മാസം കഴിഞ്ഞ് എനിക്ക് ഒന്നും നോക്കാനില്ല. നീ ഓർത്തോ. അപ്പോ ഈ ഭീഷണിയാണ്. എങ്ങനെയാണ് പോലീസിലെ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്നവർ ആ ട്രെയിനിങ് നേടുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. താൻ ഇപ്പോൾ പുറത്തിറങ്ങി സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കില്ല പെരുമാറുന്നത് എന്ന ഭീഷണി അവിടെ വെച്ച് തന്നെ തുടങ്ങുകയാണ്. അതിനുശേഷം ഈ വിഷയത്തിൽ പിന്നീടും മുകേഷ് വഴങ്ങാതെ വന്നതിന് ശേഷം വൈക്കം പോലീസിൽ അനന്തകൃഷ്ണൻ പരാതി നൽകുകയാണ്. അപ്പോൾ ഈ അനന്തകൃഷ്ണന്റെ പരാതിയിൽ പിന്നീട് നടപടികൾ ASI ജോർജിന്റെ നേതൃത്വത്തിലാണ് വൈക്കം പോലീസിൽ നടക്കുന്നത്. അവർ മുകേഷിനെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ മുകേഷിനെ അവർ ബന്ധപ്പെടുമ്പോൾ താൻ ജോലി ചെയ്ത പണം ആണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ പോലീസ് അതിൽ ഇടപെടുന്നതിൽ മറ്റൊരു പ്രശ്നവും തോന്നിയില്ല. മുകേഷ് ധൈര്യത്തോടു കൂടെ തന്നെ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവിടെയാണ് പിന്നീട് ബാക്കിയുള്ള മോശം അനുഭവങ്ങൾ മുകേഷിന് നേരിടേണ്ടി വരുന്നത്. വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാകുന്നു, ഇത് കൊടുക്കണമെന്നുള്ള നിർബന്ധമുണ്ടാകുന്നു. അതിനുശേഷം എന്നാൽ ഈ പണം വാങ്ങിത്തരുന്നതിനോ മറ്റോ ഉള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മുകേഷ് അതിനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അത് ഭീഷണിയായി മാറുന്നു, മർദ്ദനമായി മാറുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മുകേഷിന് ശാരീരികമായ മർദ്ദനമേറ്റതിന് ശേഷം ആശുപത്രിയിൽ പോയതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളാണ്. അതൊക്കെ മുകേഷ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളിലേക്ക് പോലീസ് മർദ്ദനം വഴിവെച്ചു എന്നതിൻ്റെ തെളിവാണ്. ഈ മുകേഷ് വൈക്കം പോലീസിനോട് തന്നെ തനിക്ക് ചില പരാതികളുണ്ട്, താൻ ജോലി ചെയ്തതിൻ്റെ പണം കിട്ടിയില്ല, അതിലൊരു പരാതി രജിസ്റ്റർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പകരം അതിനും കൂടിയുള്ള മർദ്ദനം മുകേഷിന് ഏൽക്കേണ്ടി വരികയാണ്. അതിനുശേഷമാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോണിലൂടെ വന്ന ഭീഷണി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിവൈഎസ്പിക്ക് പരാതി നൽകുന്നത് മുകേഷ്. പക്ഷേ പരാതി നൽകിയിട്ടും ഇതിൽ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതാണ് മുകേഷ് പറയുന്നത്. ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസിന് മുന്നിൽ തെളിവുകൾ അതുപോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില ഒത്തുതീർപ്പിനൊക്കെയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് പോലീസ്. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ന്യായീകരണം പോലീസിനെതിരെ നടത്തുമ്പോൾ പോലും മറുഭാഗത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്നതെന്നാണ്. മറ്റൊരു സംഭവത്തിലേക്ക് കൂടി ന്യൂസ് 18 ഇന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിച്ചു. അത് കൊല്ലം സ്വദേശിയായ ഇഷയുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അനുഭവത്തിലേക്കാണ്. അവിടെ ഒരു ട്രാൻസ് വുമണാണ് ഇഷയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ അവരുടെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് ട്രാൻസ് യുവതി ഇന്ന് ന്യൂസ് 18നോട് പങ്കുവച്ചത്. പോലീസിൽ നിന്നും ഒപ്പം തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനിൽ നിന്നും ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നു എന്നതാണ് ഈ ട്രാൻസ് യുവതി പറയുന്നത്. കൊല്ലം സ്വദേശിനിയാണ് ഇഷ. മുഖ്യമന്ത്രിക്കും DGPക്കും ഇത് ചൂണ്ടിക്കാട്ടി ഇഷ പരാതി നൽകിയിട്ടുണ്ട്. തൻ്റെ ഫോണിലേക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ അയച്ച് രാത്രി വളരെ വൈകിയതിന് ശേഷം സംസാരിക്കാനും ഒക്കെ ഉള്ള നിർബന്ധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇഷ ചൂണ്ടിക്കാട്ടുന്നത്. നിയമസംരക്ഷണം തേടിയവരിൽ നിന്നും പിന്നീടും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നതായാണ് ഇഷയുടെ പരാതി. പോലീസ് സ്റ്റേഷനുകളിൽ ഈ പരാതിയുമായി എത്തുമ്പോൾ
ഈ ഇഷയുടെ നമ്പർ കൈക്കലാക്കും. അതിനുശേഷം പിന്നീട് രാത്രി അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു. ഇത് പോലീസുകാരുടെ പല ഇടങ്ങളിൽ നിന്നും ഇഷയ്ക്ക് നേരിട്ട അനുഭവമാണ് എന്ന് ഇഷ പറയുന്നു. കൊട്ടാരക്കര കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ ഇഷ ശ്രമിച്ചു. അതിന് പിന്നാലെ പിന്നീട് മജിസ്ട്രേറ്റിന് എതിരെയും സമാന ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന് കൂടി ഇഷ പറയുകയാണ്. നോക്കൂ, നീതിക്കായി മുട്ടേണ്ടുന്ന ഇടങ്ങളാണ്, അവിടങ്ങളിൽ നിന്നെല്ലാം ഈ മോശം അനുഭവം ഉണ്ടാകുന്നതിൻ്റെ ഒരു തുറന്നു പറച്ചിലാണ് ഇഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റൂറൽ പരിധിയിൽ നിന്നും അതുപോലെ തന്നെ കൊല്ലം സിറ്റി പരിധികളിൽ നിന്നുമുള്ള പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ, മോശം മെസ്സേജുകൾ, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ, ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ പ്രൈവറ്റ് അന്യായവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ നമ്പർ എടുക്കുകയും എനിക്ക് മോശമായിട്ട് മെസ്സേജുകൾ അയക്കുകയും അതിൻ്റെ വിപരീത ഫലമെന്ന് പറയുന്ന എടുത്തോളം FIR ഇട്ട് എന്നെ മോശമായിട്ട് അവരുടെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ FIR ഇട്ട് എൻ്റെ ജീവനും സ്വത്തിനും അപകടമാകുന്ന തരത്തിൽ എന്നെ കുടുക്കിക്കളയുമെന്നുള്ളൊരു ഭീഷണിയും ഒക്കെയുണ്ട്. അവിടുത്തെ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്നും രാത്രി 12:45 25 ടൈമിൽ എനിക്ക് അവിടുന്ന് ഒരു മോശം മെസ്സേജുകൾ വരികയും ഇത് കോടതിയിൽ വരുമ്പോൾ നമ്മൾ നോ പരിചയം, പിന്നെ തുടർന്നുള്ള ചാറ്റുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് അനുഭവം. അപ്പോൾ പോലീസിന് സംരക്ഷണം ഒരുക്കുന്ന മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പരാതി പ്രളയം വീണ്ടും ഉണ്ടാവുകയാണ്. ഇന്ന് ന്യൂസ് 18 വന്നതാണ് ഈ രണ്ട് സംഭവങ്ങൾ. ഇതിന്റെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് ഇവർ ഈ പരാതി പറയുന്നത്. കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഓരോ സാധാരണക്കാരൻ്റെയും ആശ്രയ കേന്ദ്രമാണ്. അവരുടെ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കേണ്ടുന്ന ഇടങ്ങളാണ് പോലീസ് സ്റ്റേഷനുകൾ. അവിടെ എത്തുന്നവർക്ക് ഇതാണ് അനുഭവമെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്.